ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. ആഹ്ലാദ പ്രകടനവുമായി CJP. വിദ്യാർത്ഥി പ്രതിഷേധത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും കോക്രോച്ച് ജനതാ പാർട്ടിയും ശക്തമായ പ്രതിഷേധം നടത്തിയതിനു പിന്നാലെയാണ് രാജി. ഇന്ന് CJPയുമായി കേന്ദ്ര സർക്കാർ 4ാം ഘട്ട ചർച്ച നടക്കാനിരിക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി. രാജിവിവരം കേന്ദ്രമന്ത്രി സ്വന്തം എക്സ് അക്കൗണ്ടിലൂടെ അറിയിക്കുകയായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ പിന്നോട്ടില്ലെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ് കെ വ്യക്തമാക്കിയിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്നുണ്ടായ സമ്മർദ്ദത്തെ തുടർന്ന് ഗത്യന്തരമില്ലാതായപ്പോഴാണ് സ്ഥാനം ഒഴിയേണ്ടി വന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കുമായി പ്രവർത്തിക്കുകയാണ്. ദീർഘവീക്ഷണമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് രാഷ്ട്രത്തിന്റെ അടിത്തറ. രാജ്യത്തെ യുവാക്കളുടെ അഭിലാഷങ്ങളെയും വികാരങ്ങളെയും പ്രതീക്ഷകളെയും ഞാൻ മാനിക്കുന്നു. ഇന്ത്യയിലെ യുവതലമുറയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നത് നമ്മുടെ പ്രതിബദ്ധതയാണ്. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിൽ രാജ്യത്തെ സേവിക്കാൻ ലഭിച്ച അവസരത്തിന് നരേന്ദ്രമോദിയോട് നന്ദി രേഖപ്പെടുത്തുന്നുവെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. മെയ് 3 നടന്ന നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനു പിന്നാലെ സർക്കാർ അന്വേഷണം CBIക്ക് കൈമാറുകയും പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷ നടത്തുകയും ചെയ്തു. അടുത്ത വർഷം മുതൽ പരീക്ഷ CBT മോഡിൽ നടത്താനും തീരുമാനിക്കുകയും ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്തിരിക്കുന്നു. പരീക്ഷാ മാഫിയ കാരണം ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി തകരരുത് എന്നും അനീതി നടക്കരുത് എന്നുമായിരുന്നു മന്ത്രി എന്ന നിലയിൽ തന്റെ നിശ്ചയം. നീറ്റ് പരീക്ഷാ ഫലങ്ങൾ നല്ല രീതിയിൽ തന്നെ വരികയും ചെയ്തു. എന്നാൽ ഉത്തരവാദപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന ചിലർ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചത് തന്റെ മനസ്സിനെ വേദനിപ്പിച്ചതായി ധർമ്മേന്ദ്ര പ്രധാൻ രാജിക്കത്തിൽ പറഞ്ഞു. ജന്തർ മന്ദറിലും രാജ്യത്തും നിലനിൽക്കുന്ന സാഹചര്യം രാജ്യവിരുദ്ധ ശക്തികൾ മുതലെടുക്കാതിരിക്കാനും രാജ്യത്തിന്റെ ഐക്യം നിലനിൽക്കാനും ഒരു വിദ്യാർത്ഥിയുടെ ഭാവി പോലും നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങാതിരിക്കാനും അവരുടെ സമയം പഠനത്തിനും കരിയർ കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വേണ്ടിയാണ് ഞാൻ രാജി സമർപ്പിച്ചത്. രാജിക്കത്ത് പ്രധാനമന്ത്രിക്ക് കൈമാറിയതായും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശത്തിനും വിശ്വാസത്തിനും നിരന്തരമായ പിന്തുണയ്ക്കും നന്ദി അറിയിക്കുന്നു. മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾക്കും മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്കും ഒപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. രാജ്യസേവനത്തിനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുൻഗണന എന്ന് ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി.